പ്രിയപ്പെട്ട കൂട്ടുകാരെ, LDC LP UP പരീക്ഷയുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. PSC 2023 ചോദിച്ച ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഹൈലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ, അതായത് ഇൻഹൈലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻസ്: ഇന്ത്യ, ചൈന, ജപ്പാൻ, അമേരിക്ക. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൈന. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിനായ ഇൻഹൈലബിൾ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈനയാണ്. ആൻസർ ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിൻ്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി, 4:1. 4:1 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏത്? ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ് ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം. അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? ആൻസർ ഓപ്ഷൻ സി, 14 ഭൗമ ദിനങ്ങൾ. 14 ഭൗമ ദിനങ്ങൾക്ക് വേണ്ടിയാണ് ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത് ഏത് പഠനവുമായി ബന്ധപ്പെട്ട മേഖലക്കാണ്? ആൻസർ ഓപ്ഷൻ എ, ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഇലക്ട്രോൺ ഡൈനാമിക്സ് എന്ന പഠന മേഖലക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇലക്ട്രോൺ ഡൈനാമിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക. മർദ്ദം കൂട്ടി ഊഷ്മാവ് കുറച്ചാൽ നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിൽ നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ അനുകൂലമായ ഏറ്റവും സാഹചര്യമാണ്
ആൻസർ മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിളക്കം വർദ്ധിപ്പിച്ച് തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, HCl HNO3 ആണ് അക്വാറീജിയയിൽ അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്. ആൻസർ ഏകാത്മക മിശ്രിതം. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. ആൻസർ 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലക്കുള്ള സംഭാവനക്കാണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനക്കാണ്? നേരത്തെ പറഞ്ഞത് ഭൗതിക ശാസ്ത്രത്തിനുള്ളതാണ്. ഇവിടെ രസതന്ത്ര നോബൽ സമ്മാനം ഏത് മേഖലക്കാണ് ലഭിച്ചിട്ടുള്ളത്? ക്വാണ്ടം ഡോട്ടുകൾ. ആൻസർ ഓപ്ഷൻ എ ആണ്, ക്വാണ്ടം ഡോട്ടുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സാധാരണ ഉപയോഗിക്കുന്ന സിമൻറ്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏത്? ഓപ്ഷൻ എ ആണ്, CaO. ഓപ്ഷൻ എ CaO. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏത്? ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അലിംഗമാണ് മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ അലിംഗം. ആൻസർ അലിംഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാര്? ഏഷ്യൻ ഗെയിംസിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹർമൻപ്രീത് കൗറാണ് വനിതാ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി എന്നത് ആരുടെ വരികളാണ്? ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി എന്നത് ആരുടെ വരികളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, PP രാമചന്ദ്രൻ്റെ വരികളാണ് ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി എന്നത് PP രാമചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? താഴെ പറയുന്നവയിൽ BNCAP. ഓപ്ഷൻ എ ആണ്, BNCAP ആണ് താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി, BNCAP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ, വള്ളത്തോൾ, മാർക്കുട്ടെയിൻ. ഇതിലേതാണ് ശരിയായ ജോഡി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 3 മാത്രമാണ് ശരി. CV രാമൻപിള്ള പീറ്റർ സ്കോട്ടാണ്. MT വാസുദേവൻ നായർ അറിയപ്പെടുന്നത് ഹെമിംഗ്വേ എന്നാണ്.
ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ഇവ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആര്? കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐമനം കൃഷ്ണമൈക്കൾ. ഐമനം കൃഷ്ണക്കൈമളാണ് കഥകളി വിജ്ഞാനകോശം രചിച്ചത്. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ഐമനം കൃഷ്ണക്കൈമളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തകഴി ശിവശങ്കരപ്പിള്ളക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഈ ക്വസ്റ്റ്യന് ഡിലീറ്റഡ് ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻസ് നോക്കാം. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ് 59ന്റെ ആൻസർ. അതായത് മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇന്ത്യൻ പാർലമെൻറ്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി. 2000 ഒക്ടോബർ 17. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക? വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക? അറുപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 61ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2 ആണ്. അതായത് ഗ്നു ലിനക്സ് ടെക്സ്റ്റ് 4 ആണ്. അതേപോലെ തന്നെ 2 മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ NTFS ആണ്. ദെൻ 3 ആപ്പിൾ മാക് OS Xൽ 1 ആണ് HPFS ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റു ക്വസ്റ്റ്യൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.